ആ വൃത്തികെട്ട നിധി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ആ നിർമ്മലയ്ക്ക് അയച്ചു കൊടുത്തു. ഇപ്പോ ആ രണ്ടുപേരും എന്റെ പിന്നാലെ നടന്ന് എന്നെ ഭീഷണിപ്പെടുത്തുക. അറിയോ നിനക്ക്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഫോട്ടോ കാണിച്ച് നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ത്രീയൊന്നും അല്ല നിർമ്മല. എനിക്കിത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നിധിക്ക് എന്നോടുള്ള പകയുടെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളെയും അവളുടെ ഭർത്താവിനെയും അവളെ സ്നേഹിച്ചിരുന്ന അവളുടെ അമ്മായിയമ്മയും ഈശ്വരമംഗലത്തിന് പുറത്താക്കിയത് ഞാനാണെന്നുള്ള പകയാ അവളുടെ ഉള്ളിൽ. എന്നോട് പ്രതികാരം ചെയ്യാൻ അവൾ ഏത് വഴിയും സ്വീകരിക്കും. അറിയോ നിനക്ക്? ഞാൻ പുറത്തു പോലും കാണിക്കാതെ കൊണ്ടു നടക്കുന്ന ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ജ്യോതി. ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് ഞാൻ. എന്നെ ശിക്ഷിക്കാനുള്ള ഏക തെളിവാണ് നിധിയുടെയും നിർമ്മലയുടെയും കയ്യിലുള്ളത്. അവരത് കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോ അവരുടെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കാനാവില്ല എനിക്ക്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും. അതല്ല, എന്നെ സംബന്ധിക്കുന്ന മറ്റെന്തെങ്കിലും സംശയമുണ്ടെന്ന് ചിന്തിച്ച് പ്രശ്നമുണ്ടാക്കാനാണെങ്കിൽ ആയിക്കോ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് വേണ്ടത് ഒരല്പം മനസ്സമാധാനമാണ്. ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്താതിരിക്കും. CKC പറയുന്നതൊന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. നിർമ്മലയുടെയും നിധിയുടെയും കയ്യിലുള്ളത് മറ്റെന്തോ രഹസ്യമാണ്. എന്തായാലും അവരുടെ ഫോണിലുള്ള CKCയുടെ രഹസ്യം എന്താന്ന് കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന കാര്യം അറിയിച്ചുകൊണ്ട് പ്രണവിന്റെ മെയിൽ കിട്ടിയപ്പോൾ തന്നെ ഞാനത് ഡയറക്ടർ ബോർഡിന് ഫോർവേഡ് ചെയ്തിരുന്നു. അവര് ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ എക്സ്പ്ലനേഷനും ഞാൻ കൊടുത്തു. ആ മെയിലില് ഒരു കറക്ഷൻ ഉണ്ട് സർ. അതുകൊണ്ടാ ഞാൻ പ്രണവിനെയും കൊണ്ട് നേരിട്ട് വന്നത്. എന്താ മാഡം ഉദ്ദേശിക്കുന്നത്? ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നത് ശിവാനി എന്റർപ്രൈസസ് ആണെന്നും ചെയർപേഴ്സൺ പ്രണവ് ഗോപിനാഥ് ആണെന്നും അറിയിച്ചുകൊണ്ടുള്ള ഒരു മെയിലാണ് പ്രണവ് തന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. ഈ ശിവാനി എന്റർപ്രൈസസും ഈശ്വരമംഗലം ഗ്രൂപ്പും ഒന്നായതുകൊണ്ട് ഹൈടെക് സിറ്റിയുടെ പ്രോജക്റ്റില് ഗൗതം സൈൻ ചെയ്ത എഗ്രിമെന്റ് അതുപോലെ തന്നെ ടേക്ക് ഓവർ ചെയ്യാൻ അനുവദിക്കണമെന്ന ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മാഡത്തിന്റെ ഐഡിയക്ക് എനിക്ക് മനസ്സിലായി. പ്രോജക്ട് ടെൻഡർ ക്യാൻസൽ ആവാതെ തന്നെ ആ എഗ്രിമെന്റ് ഗൗതമിൽ നിന്നും പ്രണവിന്റെ പേരിലേക്ക് മാറ്റണം. പക്ഷെ ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡ് തീരുമാനപ്രകാരം അത് നടക്കില്ല മാഡം. ഞാൻ പറഞ്ഞല്ലോ, ഡയറക്ടർ ബോർഡിന് സെയിം കമ്പനിയാണെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാ. പക്ഷെ അതിലവർ കൺവിൻസ്ഡ് ആയിട്ടില്ല. ഈ കമ്പനിയുടെ പേര് മാത്രമല്ലേ മാറ്റിയിട്ടുള്ളൂ സാർ. ചെയർപേഴ്സന്റെ പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് യഥാർത്ഥ അവകാശിയായിട്ടുള്ള ഞാൻ തന്നെയാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഗൗതം ഗോപിനാഥ് എന്ന വ്യക്തിയുടെ എക്സ്പീരിയൻസിന്റെയും അയാൾ ചെയ്തിട്ടുള്ള മുൻ പ്രോജക്റ്റുകളുടെയും അതിലെല്ലാം ഉപരി ഒരു അസാധ്യ ഹൈപ്പുള്ള വിഷനുമായി അയാൾ സബ്മിറ്റ് ചെയ്ത ഭാവി പ്രോജക്ട് റിപ്പോർട്ടിന്റെയും ബലത്തിലാണ് ടെൻഡർ പോലും ഇല്ലാതെ എംബാക്കിന്റെ പ്രോജക്റ്റ് ഗൗതമിനെ ഏൽപ്പിച്ചത്. ഗൗതം ഈശ്വരമംഗലം ഗ്രൂപ്പ് വിട്ടതോടെ ആ പ്രോജക്റ്റ് തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്യാനാണ് കമ്പനിയുടെ തീരുമാനം. പിന്നെ ഡയറക്ടർ അണ്ടർലൈൻ ചെയ്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന വിശ്വാസ്യതയുടെ ആ പേര് പോലും ഇന്ന് നിലവിലില്ല. ഗൗതമും ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ട് 500 കോടിയുടെ ഈ പ്രോജക്റ്റ് പ്രണവിനെ ഏൽപ്പിക്കും? സംശയം ലോജിക്കലല്ലേ? ഡയറക്ടർ ബോർഡിന് മുകളിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ സർ? നമ്മുടെ ചെയർപേഴ്സന്റെ സ്വഭാവം അറിയാലോ. അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകളൊന്നും ചെയ്യത്തില്ല. പിന്നെ ഒരു സാധ്യത ഞാൻ പറയാം. അതിന് നിങ്ങൾക്കായാൽ ഈ പ്രോജക്റ്റ് പ്രണവിന് തന്നെ ചെയ്യാൻ പറ്റും. സാർ പറ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. ചെയർപേഴ്സണ് വിശ്വാസം ഗൗതമിനെയാ. എംബാക് പ്രോജക്റ്റിൽ പ്രോജക്ട് കൺസൾട്ടന്റായെങ്കിലും ഗൗതം കൂടെ ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റിയ
ഈ പ്രോജക്റ്റ് പ്രണവിന് കിട്ടും.